എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇന്ന് നമുക്കൊരു മുട്ട പണിയാരം ഉണ്ടാക്കാം. മുട്ടയും കൊണ്ട് അതെങ്ങനെ നോക്കാം. ആദ്യം കുറച്ച് ഉള്ളി വാട്ടണം. അതിന് എണ്ണ ഒഴിക്കാം. ഉള്ളി പച്ചമുളകും, വലിയ ഉള്ളിയാണ് പച്ചമുളകും ഒന്ന് വാട്ടണം. കുറച്ച് തക്കാളി ഇടണം. പച്ചമുളക് കൊണ്ട് തക്കാളി പൊടി, മുളക് പൊടി, ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇടണം. നോക്കാം, തുടങ്ങാം. എണ്ണ ഒഴിച്ചിടണം. ഒരു വെറൈറ്റി ടേസ്റ്റുള്ള മുട്ടപ്പണിയാണ്. ഉള്ളി പച്ചമുളക് ഇടാം. ആവശ്യത്തിന് ഉപ്പിടാം. ഒന്ന് വാടക്കാം. നല്ലോണം ആവണ്ട, ഒന്ന് വാടിയ മതി. അത് കറിവേപ്പില ഇടാം. ഒരു പൊടിക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇടാം. കളറിന് തക്കാളി ഇടാം. മതി. ഹാഫാക്കി 4 മുട്ടനെ എടുത്തേണ്ടത്. ഇനി നമുക്ക് എല്ലാം മിക്സ് ആക്കിയിട്ട് കാണാം. ഇതാ എല്ലാം മിക്സ് ആക്കി വെച്ചു. ഉള്ളി, മിളക്, മഞ്ഞപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, ഉള്ളി, പിന്നെ ഉപ്പും പാകത്തിന് ഒക്കെ ഇട്ടിട്ട് നല്ല അടിച്ച് വെച്ചൊക്കെയാണ് നമുക്ക് പണിയാറുണ്ടാക്കാൻ തുടങ്ങാം. എണ്ണ ഒഴിക്കാം. ടേസ്റ്റ് ഒരു പണിയാറാണ്. കുട്ടികളെ കൊടുക്കാൻ പറ്റിയതാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ വേണ്ട മുളക് ഇട്ടാൽ മതി. 4 മുട്ട എടുത്തിട്ടുള്ളൂ. വേണ്ട മുളകും ഉപ്പും മുട്ടയൊക്കെ എടുക്കാം. ഇത്ര വേണ്ടിച്ച ചുമ്മാ കൂടി കഴിക്കാം. ചോറിൻ്റെ കൂടെ മാത്രം കഴിക്കണമെന്നില്ല. ചുമ്മാ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം. ചെറുതാക്കി ഒഴിച്ചിട്ടുണ്ടാക്കാം. വലുതാക്കേണ്ടത് അവിടെ മറിച്ചിട്ടൊക്കെ ഈസി ആയിട്ട് നിറച്ചാൽ പിന്നെ പൊങ്ങി വരുള്ളൂ മുകളിലേക്ക്. കുറച്ച് ഒഴിച്ചിട്ട് ഉണ്ടാക്കാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റിലുള്ള മുട്ടപ്പണിയാരം റെഡിയായി. എല്ലാവരും കഴിച്ച് നോക്കണം, ഉണ്ടാക്കി നോക്കണം. ഭയങ്കര ഈസിയാണ്. ഒരു പ്രശ്നവുമില്ല, ഉണ്ടാക്കാനൊന്നും ബുദ്ധിമുട്ടേ ഇല്ല. പിന്നെ ജോലിക്കാർക്കും വീട്ടിലിരിക്കുന്നവർക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് പറയണം. സൂപ്പർ ടേസ്റ്റായ അങ്ങനെ മുട്ടപ്പണിയാരം റെഡിയായി.
സൂപ്പർ ടേസ്റ്റായ മുട്ടപ്പണിയാരം റെഡിയായി. ഭയങ്കര മണം, മണക്ക പണിയാരം റെഡിയായി. ഇനി നമുക്ക് വീണ്ടും ഈ ഒരു വീഡിയോയിൽ കാണാം.